ഈസ്റ്റർ ദിനത്തിൽ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്കൊപ്പം നടൻ ടിനി ടോമാണ് ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. തീർച്ചയായിട്ടും ഈസ്റ്ററൊക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകുന്നതായിരിക്കും. ആ ഒരു കാല ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? അല്ല, പഴയ ഈസ്റ്റർ പുതിയ ഈസ്റ്റർ ഒന്നുമില്ല. പണ്ട് ഞാൻ തന്നെ ചുറ്റുള്ള ആൾക്കാർ മാറണമെന്നുള്ളൂ, അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. ഈ സ്ഥിരം ഈസ്റ്ററിന് കാണുന്ന വിഭവങ്ങളും ഇതൊക്കെ തന്നെയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം. നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ് പറഞ്ഞിരുന്നത് ക്രിസ്ത്യാനികളുടെ വയറ് ശവപ്പറമ്പാവുന്ന ദിവസം എന്ന് പറയും. അപ്പോൾ കാരണം ഈ പോത്തും ചിക്കനും പോർക്കും കോഴിയെല്ലാം കൂടി കഴിച്ച് നമ്മൾ പണ്ട് മുതൽ ഭക്ഷണത്തിൽ ഒരു ശ്രദ്ധ വെച്ചിട്ട് കഴിക്കാറുള്ളൂ. ഈസ്റ്റർ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞിട്ടല്ല, എപ്പോഴും ഏതെങ്കിലും അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ ഒക്കെ ആയിരിക്കും. ഇത്തവണത്തെ ഈസ്റ്ററിന് ശരിക്കും പ്രൊമോഷനിലാണ്. കോട്ടയത്തിലൊരു പ്രൊമോഷനാണ്. നമ്മുടെ 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ പക്രു നായകനാവുന്ന പടമാണ്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ പുള്ളി ഭയങ്കര ഭീകരനാണ്. പക്രുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് നിങ്ങൾ ഒരുമിച്ച് ഒരേ വേദികളിൽ മിമിക്രി കളിച്ച് നടന്ന ആളുകളാണ്. അതെ, ഈ ഈസ്റ്ററും ക്രിസ്മസിനൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും വേദികളിലായിരിക്കും. ഞാനും പക്രും പറയുന്നു, തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലും നല്ലത് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡാണ്. കാരണം അവിടെ കൊതുക് കുറവുണ്ട്. കാരണം ബസ് സ്റ്റാൻഡുകളെല്ലാം നമുക്കറിയായിരുന്നു, അവിടുത്തെ സുഖ സൗകര്യങ്ങൾ അറിയായിരുന്നു. ഇപ്പൊ ബസ് സ്റ്റാൻഡുകളൊക്കെ ഇപ്പൊ നന്നായിട്ട് വന്നിരിക്കല്ലേ. അല്ലെ, ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവില്ല, ഇപ്പൊ ഭയങ്കര സെറ്റപ്പിലായി. പക്ഷെ നമ്മളൊക്കെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ മൂത്രപ്പേരുടെ മണം കേട്ടിട്ടുണ്ട്. വേദിയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ. വേദിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവിടെ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേദിയിൽ കിടന്നുറങ്ങിയിട്ട് എന്തോ ഇങ്ങനെ അനങ്ങണത് കണ്ട് ഞാൻ നോക്കിയപ്പോ ഒരു ആന വന്നിട്ട് ഇങ്ങനെ നോക്കുക, കെട്ടിയിട്ട് ആന ചങ്ങലം വലിച്ചിട്ട് തെങ്ങില കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങി. തൊട്ടടുത്ത് വന്ന് ഇരുട്ടല്ലേ, അപ്പൊ നോക്കിയപ്പോ ആന കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. സ്റ്റേജ് കിടന്നുറങ്ങിയിട്ട് കാലത്ത് 5 മണിക്കുള്ള ബസ്സിലാണ് കയറി പോരേണ്ടത്, കാരണം വേറെ സൗകര്യമില്ല അവിടെ. അപ്പോ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈസ്റ്റർ കാലത്തെ ഒരു വേദികളിലെ അങ്ങനത്തെ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈസ്റ്റർ ഞാൻ എൻ്റെ ഫാദർ പറഞ്ഞൊരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ദുഃഖവെള്ളിയാഴ്ചയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് കുറെ ചിന്തിക്കാനുള്ളൊരു സാധനമാണ്. ഫാദർ മരിച്ചുപോയി. പുള്ളി അത്യാവശ്യം മദ്യപിക്കുമായിരുന്നു. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ചയും ഒരെണ്ണടിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നെന്തിനാ മദ്യപിച്ചത്, ഇന്നെങ്കിലും ഒന്ന് ഒഴിവാക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിനക്കൊന്നും കോൺഫിഡൻസ് ഇല്ല, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. എനിക്കിന്നേ കോൺഫിഡൻസ് ആണ്, മറ്റന്നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ചു നേരം ശ്രദ്ധിച്ചു, നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം. ഏത് കുരിശുണ്ടെങ്കിലും പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് എപ്പോഴും കുരിശ് അനുഭവിക്കുമ്പോഴും ഒരു വീഴ്ച വരുമ്പോഴും എന്തായാലും ഒരു 3-ാം ദിവസം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്നുള്ളത് ആ ഒരു ദൃഢമായൊരു വിശ്വാസം. പറഞ്ഞത് തമാശയായിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മെസ്സേജാണ് തന്നത്. അതെ, ഒരു സന്ദേശമാണത്. അത് ബൈബിളിൽ പോലും പറഞ്ഞിട്ടില്ല. മിമിക്രി എന്നൊരു കലാരൂപം മുമ്പായിരുന്നല്ലോ കൂടുതലായിട്ടും. അത് പറയാൻ പേടിയപ്പോ കയ്യിന്ന് നമ്മളിത് വിചാരിച്ചിട്ട് പറയണല്ല, തമാശക്ക് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആയിട്ട് അത് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ ന്യൂസായി മാറുക. ഈ അടുത്ത് തന്നെ നിങ്ങൾ ഉദ്ഘാടനത്തിന് പോയതാണ്. അപ്പൊ അവര് നിർബന്ധിക്കും. നമ്മളൊരു സിനിമാ നടനായിട്ടല്ലോ, നമ്മള് സാധാരണ സ്റ്റേജുകളിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒന്ന് കാണിക്കുന്നു, ഒരു പാട്ടോ അല്ലെങ്കിൽ മിമിക്രിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് പല തമാശകളും പറഞ്ഞപ്പോഴത്തേക്കും ബാലയുടെ ഇഷ്യൂ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോയുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ പിന്നീടൊക്കെ എന്ത് ചെയ്തു? സുരേഷ് ചേട്ടൻ തന്നെ അയച്ചു കൊടുത്തിരുന്നു. കാരണം അവിടെ നിന്ന് അത് മാത്രം കട്ട് ചെയ്യുവേ. നമ്മളെപ്പോഴും അവതരിപ്പിക്കുമ്പോൾ പൊളിറ്റിക്കൽ സറ്റയർ വരും, പൊളിറ്റിക്സ് വരും, അതിൽ രാഷ്ട്രീയക്കാരുണ്ടാവും, സിനിമാക്കാർ വരും. അപ്പൊ ഇതില്ലാതെ എന്താണ് നമ്മൾ അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരാൾ അനുകരിക്കുകയോ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമയാണെങ്കിലും ഇവിടെയുള്ള പാർട്ടികളും അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത പാർട്ടീനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെയുള്ള പാർട്ടികൾ ഇവിടെയുള്ള മതങ്ങളെയും വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അത് പക്ഷെ ഇന്ന് ഭയങ്കര പ്രശ്നമായിട്ട് മാറ്റിയിട്ട് വേറെ രീതിയിൽ എഴുതി. ഇത് കാണുക കേൾക്കുമ്പോൾ മറന്നു കളഞ്ഞേക്കാന്നുള്ളത്. ന്യൂസ് മറന്നു കളയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു എന്റർടൈനറായിട്ട് വരുമ്പോൾ അത് കാണുക കേൾക്കാൻ മറന്നു കളഞ്ഞേക്കുന്നുള്ളത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതും എന്റർടൈൻമെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡിയിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളായിട്ട് കണ്ടാലേ പ്രശ്നമുള്ളൂ. അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒന്നാവണമെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാവണം, ഇവിടെ വെള്ളം പൊങ്ങണം. അതെ, ഇപ്പോൾ സിനിമയിലേക്ക് കയറി കഴിയുമ്പോൾ സിനിമാ ലൊക്കേഷനുകളിലേക്ക് മാറുന്നൊരു ഘട്ടമെത്തി. സിനിമാ സെറ്റുകളിലെ ഈസ്റ്റർ ആഘോഷം അതെങ്ങനെയൊക്കെയാണ് ആ ഒരു ഇത്? അല്ല, ലൊക്കേഷനിൽ ഇപ്പൊ ഈ ഈസ്റ്ററിന്റെ ടൈമിൽ ഷൂട്ടിംഗ് ഇല്ല. മെയ് 6-ാം തീയതി 7-ാം തീയതിയാണ് മാർത്താണ്ഡന്റെ ഓട്ടൻ്റെ ഉള്ളിൽ പറഞ്ഞ പടം തുടങ്ങുന്നുള്ളൂ. അപ്പൊ അത് ഇപ്പം എന്ന് പറഞ്ഞാൽ പടം ഇപ്പൊ ഈ വെക്കേഷന് റിലീസ് ആവുന്നുണ്ട്. ഈസ്റ്റർ റിലീസ് ഉണ്ട്. ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഈ പടത്തിന്റെ റിലീസ് ഉണ്ട്. ഒരു പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതിന്റെ റിലീസ് ഉണ്ട്. പിന്നെ ജയരാജ് സാറിന്റെ ശാന്തമീരാത്തിൽ 3 പടങ്ങളാണ് വന്നേക്കണം. വന്നപ്പോൾ എല്ലാം കൂടി വന്നു. അപ്പൊ അതിന്റെ പിന്നാലെ ഒരു പടത്തിനും നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല. അപ്പൊ അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും നമ്മൾ തള്ളാൻ പോണ്ടേ, നമ്മൾ തള്ളിയല്ലേ, നമ്മൾ തന്നെ വേറെ ആരും ഇല്ല തള്ളാൻ. അപ്പൊ നമ്മൾ അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത് കൊണ്ട്
ഈസ്റ്റർ എന്നും പറഞ്ഞിട്ട് ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല. പക്ഷേ ഈസ്റ്റർ റിലീസുകളുണ്ട് 2 ദിവസം. മാതൃഭൂമിയുടെ പ്രേക്ഷകർ മാത്രമല്ല, മാതൃഭൂമിയോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിന് മുതൽക്കൂട്ടായത് മാതൃഭൂമിയായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇപ്പോൾ ന്യൂസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതികരിക്കാൻ പറയുന്ന വേറെ കാര്യങ്ങൾക്കാണ്. അത് പിന്നെ പ്രശ്നവും. അപ്പം നമ്മൾ അമ്മയുടെ മാഡോ കമ്മിറ്റിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പ്രസ് റിലീസേ പറ്റുള്ളൂ. ഈസ്റ്റർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചാനലിന്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു 5 മിസ് കോൾ വന്നിട്ടുണ്ടാവും. മറ്റേ പ്രശ്നത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്, ഈ പ്രശ്നത്തെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഈ ഈസ്റ്ററിനെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാതെ സമാധാനം സന്തോഷവും ഈസ്റ്റർ നിങ്ങൾക്ക് നൽകട്ടെ. ആരും വിഷമിക്കേണ്ട, ഏത് വീഴ്ച ഉണ്ടെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അതാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ്റ്റർ കൊണ്ട്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. വിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.